ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഉള്ളിയൊന്നും വാട്ടിയെടുക്കാണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ചിക്കൻ ഡോണട്ടാട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിന്. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ചിക്കൻ വേവിച്ചിട്ടാട്ടോ എടുക്കുന്നത്. ചിക്കൻ ഡോണട്ടിന് സാധാരണ വേവിക്കാത്ത ചിക്കന് അങ്ങനെയാണ് പൊതുവെ എടുക്കാം. പക്ഷെ ഞാനിപ്പം വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കന് വേവിച്ചെടുത്തിന്. അപ്പോൾ ആ ചിക്കന് മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളിയാട്ടാ ഞാൻ എടുത്തത്. വലുതാണെങ്കിൽ പകുതി മതി. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇപ്പം 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ പാസ്ലി ലീവ്സ് ആട്ടാ ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ആണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പാസ്ലി ലീവ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കുക. എഗ് വൈറ്റ് വേണ്ട, എഗ് യോക്ക് മാത്രം മതി. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ ചതച്ചെടുത്തത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, നമ്മൾ ചിക്കന് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിന്, അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലും ഉപ്പ് ചേർത്തിന്. അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ചെയ്തിട്ട് നോക്കിയിട്ട് അങ്ങനെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ കയ്യിലില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടോ എടുത്തത്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിൻ്റെ വലിയ ജാറിലാട്ടോ ഇതിട്ടത്. അപ്പം നിങ്ങൾക്ക് വലിയ ജാറിലിട്ടാൽ അങ്ങനെ അരഞ്ഞ് കിട്ടൂല എങ്കിൽ ഞാനിപ്പം പറഞ്ഞ ഐറ്റംസ് എല്ലാം ഒരു പ്ലേറ്റിൽ മിക്സ് ചെയ്ത് വെച്ച ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിൽ കുറച്ചായിട്ടിട്ട് അങ്ങനെ 1-2 തവണയായിട്ട് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്ത് വന്നിനെ. ഞാനിതാ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 2 പീസ് ബ്രെഡ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസിലായിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റൂല. അപ്പോൾ ഉരുട്ടിയെടുക്കാനുള്ള ഒരു ലെവൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബ്രെഡിനെ പീസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ബ്രെഡ് ക്രംസ് ആയിരിക്കും. ബ്രെഡ് ക്രംസ് കയ്യിലുണ്ടെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 പീസ് ബ്രെഡാട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കുറച്ച് കൂടുതൽ വേണ്ട വരും. കാരണം നിങ്ങൾ അരച്ചെടുക്കുന്ന ഇതിൻ്റെ ആ ഒരു തിക്നെസ് പോലെ ഇരിക്കും നമ്മൾ ചേർക്കേണ്ട ബ്രെഡ് ക്രംസിൻ്റെയും ബ്രെഡിൻ്റെ എല്ലാം അളവ്. അപ്പോൾ ബ്രെഡ് ക്രംസ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിതാ ഇത് ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് സെൻട്രലായിട്ട് നമ്മൾ വടക്കെല്ലാം ഹോളിട്ട് കൊടുക്കുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനി ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിതാ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എഗ് യോക്ക് അരച്ചെടുക്കുമ്പോൾ ചേർത്തിന്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് ഈ ഒരു സമയത്ത് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഡോണട്ടെല്ലാം മൈദൻ്റെയും മുട്ടൻ്റെയും ആ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം.
എന്നിട്ടത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലോണം തന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തവണയായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഒന്നുകൂടി ഒന്ന് മൈദേൻ്റെ മിക്സിയിലിടാം, എന്നിട്ട് ഒന്നുകൂടി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു തവണയാട്ടാ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഞാനെല്ലാം ഇതാ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ അങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായ ശേഷവും നമ്മൾ റെഡിയാക്കി വെച്ച ആ ഡോണട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം നമ്മൾ ചിക്കൻ എല്ലാം വേവിച്ചിട്ടാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ വേവിക്കാണ്ടാണ് നിങ്ങൾ ചിക്കൻ എടുക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യുക. കാരണം ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ ഉള്ളെന്ന്. അപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇത് ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ ഡോണട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉള്ളിയൊന്നും വാട്ടിയെടുക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയായത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.